നോമ്പ് തുറ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇന്നത്തെ വീഡിയോ. നമ്മൾ ഒരു കപ്പ് പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റാർഡ് പൗഡറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്യണം. പാൽ തിള വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് നമ്മൾ ചേർക്കുന്നതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് ആണ്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പാൽ കുറച്ചൊന്ന് തിക്കായി വരും. അപ്പോൾ നമുക്ക് ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. നമ്മളിത് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളവന്നാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പച്ചമുന്തിരിയും ചേർക്കുന്നുണ്ട്, അതുപോലെ അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സബ്ജ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല തണുത്ത് നമുക്ക് ഇത് സെർവ് ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. അതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.